ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലൈറ്റ് റിവ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മുടെ കുറേ നാളത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ആലിസ് ഇൻ ബോർഡർലാൻഡിൻ്റെ സീസൺ 3 ഇപ്പോൾ റിലീസായിട്ടുണ്ട്. ഇപ്പോൾ റിലീസായി എന്ന് പറയുന്നതിലൊന്നും കാര്യമില്ല. ഇത് റിലീസായിട്ട് 2-3 ആഴ്ചയായി. ഞാൻ റിവ്യൂ ചെയ്യാൻ വൈകി എന്ന് വേണം പറയാം. അപ്പോൾ ആലിസ് ഇൻ ബോർഡർലാൻഡിൻ്റെ സീസൺ 1ഉം 2 ഒക്കെ ഞാൻ അത്രയധികം ബിഞ്ച് വാച്ച് ചെയ്തിരുന്ന, അത്രയധികം എക്സൈറ്റിംഗ് ആയിട്ട് കണ്ടിരുന്ന ഒരു സീരീസാണ് ആലിസ് ഇൻ ബോർഡർലാൻഡിൻ്റെ സീസൺ 1ഉം സീസൺ 2ഉം. അങ്ങനെ സീസൺ 1ഉം സീസൺ 2ഉം എല്ലാം കണ്ടിട്ട് സീസൺ 3ക്ക് വേണ്ടി ഭയങ്കര അധികം എക്സൈറ്റിംഗ് ആയിട്ടായിരുന്നു ഞാൻ നിന്നിരുന്നത്. കാരണം എന്ന് വെച്ചാൽ സീസൺ 2ൻ്റെ എൻഡിങ് എന്ന് പറഞ്ഞാൽ അവർ കൊണ്ടുവച്ചിരുന്ന അങ്ങനെ ഒരു നമ്മളെ ഞെട്ടിക്കുന്ന ഒരു ക്ലൈമാക്സ് ആയിരുന്നു സീസൺ 2വിന് അവർ തന്നിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇനി 3ലേക്ക് വരുമ്പോൾ അവരെന്താണ് ഇതിനപ്പുറം ഒരു കാര്യം കൊണ്ടുവരുന്നത് എന്നറിയാൻ നമുക്ക് എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ ആലിസ് ഇൻ ബോർഡർലാൻഡ് എന്ന് പറയുന്ന സീരീസിൻ്റെ മെയിൻ ആയിട്ടുള്ള അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിൽ പലതരത്തിലുള്ള നമ്മൾ ഇതുവരെ കണ്ടിട്ടും കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഗെയിംസ് ഇതിൽ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ. പിന്നൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ബാക്കി ഇതിലെ എല്ലാ ക്യാരക്ടേഴ്സുമായിട്ടും നമുക്ക് നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റും. അതുപോലെയാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് അവർ എഴുതി വെച്ചിരുന്നത്. സീസൺ 1 and 2 ഒക്കെ നല്ല രീതിയിൽ തന്നെ കണക്ട് ആവുന്ന ഒരു ഇതായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പലരുടെയും ഏറ്റവും ഇഷ്ടപ്പെട്ട സീരീസുകളുടെ ലിസ്റ്റിൽ ഏറ്റവും മുന്നിൽ തന്നെ വരുന്ന ഒരു സീരീസ് ആയിരിക്കും ആലിസ് ഇൻ ബോർഡർലാൻഡ്. എന്നാൽ നമ്മളിതിൻ്റെ സീസൺ 3ലേക്ക് നോക്കുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ എനിക്ക് സീസൺ 3 മറ്റ് 2 സീസണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ അത്ര അങ്ങോട്ട് എത്തിയില്ല എന്നേ എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിന് പ്രധാനപ്പെട്ട കാരണം മറ്റ് 2 സീരീസിലും അതിലുള്ള ക്യാരക്ടേഴ്സുമായിട്ട് നമ്മളെ ഇമോഷണലായിട്ട് കണക്റ്റ് ആക്കിയതിന് ശേഷമാണ് അതിൽ ഗെയിംസിലേക്ക് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ ആ ഗെയിംസും അവരുടെ ഇമോഷൻസും എല്ലാം നമുക്ക് നല്ല രീതിയിൽ തന്നെ കണക്റ്റ് ആവും. നമുക്ക് അവർ എന്താണ് ഫീൽ ചെയ്യുന്നതെന്ന് നമുക്കും കൂടി ഫീൽ ചെയ്യാൻ പറ്റും. അങ്ങനെയായിരുന്നു മറ്റ് 2 സീസണുകളും പോയിരുന്നത്. എന്നാൽ ഈ മൂന്നാമത്തെ സീസണിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ അരിസും ഉസാഗിയും ഒക്കെ റിട്ടേൺ ആവുന്നുണ്ടെങ്കിലും ബാക്കി ഒരു പഴയ ക്യാരക്ടേഴ്സ് ആരും തന്നെ ഇല്ല ഇതിൽ. എല്ലാം പുതിയ കുറേ ക്യാരക്ടേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവർ ഈ ഒറ്റ സീസണിൽ തന്നെ കുറേയധികം ഗെയിം കാണിക്കാൻ നോക്കുകയും ചെയ്തപ്പോൾ അവരുമായിട്ട് നമുക്കൊരു ഇമോഷണൽ കണക്ഷൻ കിട്ടാതെ പോകുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിലെ പല ഗെയിംസും വളരെയധികം വലിച്ചു നീട്ടിയതും ഭയങ്കര ബോറിംഗുമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എല്ലാ ഗെയിമൊന്നും പറയാൻ പറ്റില്ല. ചില ഗെയിമൊക്കെ നൈസായിരുന്നു. ഒരു ട്രെയിനിൻ്റെ ഉള്ളിൽ നിന്ന് ഉള്ള ഒരു ഗെയിമൊക്കെ ഉണ്ട്, അതൊക്കെ നൈസായിരുന്നു. പിന്നെ ഒരു സോംബീൻ്റെ അതും അത്യാവശ്യം നല്ല ഒരു ഇതായിരുന്നു. പക്ഷേ ഇതിൻ്റെ ക്ലൈമാക്സ് പോർഷനിൽ വന്നൊരു ഗെയിം അത് ഭയങ്കരമായിട്ട് അവർ വലിച്ചു നീട്ടാൻ നോക്കി എന്ന് എനിക്ക് തോന്നി. ഏകദേശം 2 എപ്പിസോഡ് മുഴുവനായിട്ടും ആ ഗെയിം തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഇതിൻ്റെ ക്ലൈമാക്സ് പോർഷനിലേക്ക് വന്നപ്പോൾ എനിക്ക് ഈ ഗെയിംസ് എല്ലാം എന്തിനാണ് നടക്കുന്നത്, എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ഒരു രഹസ്യം എന്നൊക്കെ അറിയാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അതിനൊന്നും ഒരു പ്രോപ്പറായിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ തരാൻ പറ്റാത്ത പോലെ എനിക്ക് തോന്നി. ഇതൊക്കെ കൊണ്ട് തന്നെ ആണ് എനിക്ക് ബാക്കി ഇതിന് മുന്നേ ഉള്ള 2 സീസണുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ സീസൺ 3 അത്ര അങ്ങോട്ട് എത്തിയില്ല എന്ന് തന്നെ എനിക്ക് പറയേണ്ടി വരും. എന്ന് വെച്ച് ഇത് അത്ര ഒരു മോശം സീസണാണെന്നൊന്നും പറയാൻ കഴിയില്ല. നമുക്ക് കണ്ടിരിക്കാം. നമുക്ക് അങ്ങനെ ഭയങ്കരമായിട്ടൊരു ബോറടിക്കാം. ലാസ്റ്റത്തെ ഒരു ഗെയിം ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ അങ്ങനെ ഭയങ്കര ബോറടിപ്പിക്കാനായിട്ട് ഒന്നുമില്ല ഇതിൽ. കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സീസൺ തന്നെയായിരുന്നു ആലിസ് ഇൻ ബോർഡർലാൻഡിൻ്റെ സീസൺ 3. എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ശരിക്ക് ഈ സീസൺ 3ൻ്റെ ആവശ്യം തന്നെ ഉണ്ടായിരുന്നില്ല. ആ സീസൺ 2വിന് കൊടുത്തൊരു എൻഡിങ് ഭയങ്കര പീക്കിൽ നിൽക്കുമ്പോൾ കൊടുത്തൊരു എൻഡിങ് നല്ലതായിരുന്നു. നല്ലൊരു എൻഡിങ് ആയിരുന്നു. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പലർക്കും അത് തന്നെയായിരിക്കും ഇതിനേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അവിടെ ഇവർക്ക് ഈ സീരീസ് നിർത്തിയാൽ മതിയായിരുന്നു. ഇവർ വെറുതെ ഒരു സീസൺ 3ലേക്ക് കൊണ്ടുപോയിട്ട് അത് കളഞ്ഞു തന്നെ പറയേണ്ടി വരും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് ഈ സീരീസിനെ പറ്റി പറയാനുള്ളത്. നിങ്ങൾ ഈ സീരീസ് കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ സീരീസിനെ പറ്റി എന്നാ അഭിപ്രായം? ഈ സീസൺ 3 നിങ്ങൾ കണ്ടു കഴിഞ്ഞെങ്കിൽ അതിനെപ്പറ്റി നിങ്ങൾക്ക് എങ്ങനെ തോന്നി? നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടോ? എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും ശ്രദ്ധിക്കുക. പിന്നെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.